ഹലോ, നമ്മൾ മലയാളത്തിൽ തയ്യാറാക്കുന്ന ചില വേർഡ് ഡോക്യുമെൻറ്റ്സ് മറ്റുള്ളവർക്ക് ഇമെയിൽ വഴിയോ മറ്റോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പം സ്ട്രേഞ്ച് ക്യാരക്ടേഴ്സ് എല്ലാം ആയിട്ട് ഓപ്പൺ ആയി വരും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഫോണ്ട് എടുത്തിട്ട് ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ വരും. പക്ഷേ നമ്മൾ ചെയ്തത് വളരെ കൃത്യമായിട്ടായിരിക്കും. നമ്മളൊരു പ്രത്യേക ഫോണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും. ആ ഫോണ്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഫോണ്ട് എടുത്തിട്ട് ഇപ്പോൾ വൃത്തിയില്ലാത്ത, അതായത് നമ്മൾ കൃത്യമായി വായിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും ഓപ്പൺ ആവുക. ആ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഉദാഹരണത്തിന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടത് നമ്മുടെ വേർഡ് ഫയൽ അയക്കുമ്പോൾ ഒന്നുകിൽ ആ ഫോണ്ടും കൂടെ അയച്ചു കൊടുത്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയാം, ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഫയൽ. അതല്ല എങ്കിൽ, അങ്ങനെ ഇൻസ്റ്റലേഷനൊന്നും അറിയാത്ത ഒരാളാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫോണ്ടും കൂടെ വേർഡ് ഫയലിൻ്റെ കൂടെ എംബഡ് ചെയ്യാം. കൂടെ അങ്ങ് പോകും, ആരും അറിയണ്ട. അവർ ഓപ്പൺ ആക്കുമ്പം ഫയൽ ആ ഫോണ്ടിൽ തന്നെ ഓപ്പൺ ആകും. പക്ഷേ ഫയൽ സൈസ് കൂടും. ഉദാഹരണത്തിന് നമുക്കിവിടെ നോക്കാം, 2 ഫയലുകളുണ്ട്. രണ്ടും സെയിം ഫയലാണ്. ഇതിൽ ഒന്ന് 11 KB ഉള്ളൂ, ഒന്ന് 1783 KB ഉണ്ട്. അതിൻ്റെ കാരണം ഇതിൻ്റെ കൂടെ ഫോണ്ട് ഉണ്ട്, വിത്ത് ഫോണ്ട്, ഇത് വിത്തൗട്ട് ഫോണ്ട്. നമുക്ക് രണ്ടും ഓപ്പണാക്കി വെക്കാം. വിത്തൗട്ട് ഫോണ്ട് ആദ്യം ഓപ്പണാക്കി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലോസ് ചെയ്യാം. വീണ്ടും വിത്ത് ഫോണ്ട്, അതായത് ഫോണ്ട് അടക്കമുള്ളത് ഓപ്പണാക്കി. സെയിം ദേശാഭിമാനി എന്ന് പറയുന്ന ഫോണ്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദേശാഭിമാനി നല്ല ഫോണ്ട് ഞാൻ ഉപയോഗിക്കാൻ കാരണം കുറച്ച് വൃത്തിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഫോണ്ടാണ്. നമുക്ക് മലയാളത്തിൽ യൂണിക്കോഡ് ഫോണ്ടാണ്. അത് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇത് നമ്മൾ ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ദേശാഭിമാനി എന്ന് പറയുന്ന ഫോണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതായത് നമ്മൾ ഈ ഫയൽ അയച്ചു കൊടുക്കുന്നവർക്ക് ദേശാഭിമാനി ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ ഈ 2 ഫയലുകളും കാണും എന്ന് നോക്കാൻ വേണ്ടി അതിന് ഇവിടെ ഫോൺസ് എന്നടിച്ച്, ഞാൻ വിൻഡോസ് 10 ആണ് ഉപയോഗിക്കുന്നത്. ഫോൺസ് എന്നടിച്ചു. ഫോണ്ടിൻ്റെ സെക്ഷനിൽ ദേശാഭിമാനി എന്നടിച്ചു. ആ ഫോണ്ട് വന്നു. ഇവിടെ അൺഇൻസ്റ്റാൾ ഉണ്ട്. ഈ അൺഇൻസ്റ്റാൾ അടിച്ചാൽ ഫോണ്ട് അൺഇൻസ്റ്റാൾ ആവും. ഫോണ്ട് അൺഇൻസ്റ്റാളായി. ഇപ്പോൾ എൻ്റെ ഈ ഫോണ്ടിൽ അൺഇൻസ്റ്റാൾ ഇല്ല, ദേശാഭിമാനി എന്ന് പറഞ്ഞ ഫോണ്ടില്ല. ഇനി നമ്മൾക്ക് ഇത് 2 ഫയലും ഒന്ന് ഓപ്പണാക്കി നോക്കാം. ആദ്യം വിത്തൗട്ട് ഫോണ്ട് ഒന്ന് ഓപ്പണാക്കി നോക്കാം. ഇവിടെ ഫോണ്ട് മാറി, അതായത് ഇവിടെ ദേശാഭിമാനി ഇല്ല. ഇവിടെ കാണിക്കും ദേശാഭിമാനി, പക്ഷേ ദേശാഭിമാനി ഫോണ്ട് ഇല്ല. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഇനി ഫോണ്ട് അടക്കം അയച്ചു കൊടുത്ത ഫയൽ ഓപ്പണാക്കിയാൽ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം അവിടെ ഫോണ്ട് ഉണ്ട്. കാരണം ആ ഫയലിൻ്റെ കൂടെ ഫോണ്ട് ഉണ്ട്. പക്ഷെ അത് ഇൻസ്റ്റാൾ ആകുന്നില്ല, ആ ഫോണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒന്നും കൂടി നോക്കാൻ വേണമെങ്കിൽ ഈ ഫയലിലില്ല. ഈ ഫയൽ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ദേശാഭിമാനി ഫോണ്ട് സെലക്ട് ചെയ്യാൻ എൻ്റർ ചെയ്ത് കൊടുത്താലും വരില്ല. കാരണം അത്രയൊരു ഫോണ്ട് നമ്മുടെ ഫോണ്ട് സിസ്റ്റത്തിലില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഫോണ്ടിൻ്റെ സൈസ് നമ്മൾ എംബഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ കാണുന്നുണ്ട്. അതെങ്ങനെയാണ് ഇനി ഉപയോഗിക്കുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ തിരിച്ച് വീണ്ടും ആ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് മലയാളം ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. യൂണിക്കോഡ് ഫോണ്ടിൽ ദേശാഭിമാനി ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ അടിക്കുക. അതല്ലെങ്കിൽ ഫോണ്ട് ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇൻസ്റ്റാളായി. ശേഷം നമ്മൾ ഫയൽ ഓപ്പൺ ആക്കാം. വീണ്ടും വിത്തൗട്ട് ഫയൽ ഓപ്പൺ ആക്കി നോക്കുകയാണ്. ഇപ്പോൾ അത് ക്ലിയറായി, കാരണം ഇപ്പോൾ ഫോണ്ട് വന്നു. ഇതെങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഇതിപ്പോൾ ഈ ഫയൽ അയക്കണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫയൽ ഓപ്ഷൻസിൽ പോയിട്ട് വേർഡ് ഓപ്ഷൻസ് എടുക്കുക, സേവ് എടുക്കുക. അവിടെ എംബഡ് ഫോണ്ട് ഫയൽ ഉണ്ട്. അതിനുശേഷം ഓക്കെ അടിക്കുക. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും നമ്മളൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ദേശാഭിമാനി ഫോണ്ട് വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇൻസ്റ്റാൾ ചെയ്തു.
ഇനിയിപ്പോൾ ഇത് രണ്ടും കൃത്യമായി തന്നെ കാണിക്കും, കാരണം രണ്ടിലും ഫോണ്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലും ഫോണ്ട് ക്ലിയർ ആണ്. രണ്ടാമത്തെ ഫയലിലും ഫോണ്ട് ക്ലിയർ ആണ്. അപ്പം ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.